നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. PC ജോർജ് BJPയിലേക്ക് എന്തായാലും കൊള്ളാം, നല്ല ഇടപാടാ. ഈ അടുത്ത കാലത്തായിട്ട് ചില അണ്ണന്മാരൊക്കെ അങ്ങോട്ടേക്ക് ചാടുന്നുണ്ട്. നേരത്തെ ചാടിയവരൊക്കെ ഈ എലിക്കണിയിൽ ചാടിയ പോലെ ആയിപ്പോയി എന്ന് പറയുന്നു. അൽഫോൺസ് കണ്ണതാനും ഒക്കെ ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. CPMന്റെ ലേബലിൽ ഇവിടെ നിന്ന് MLA ആയി മന്ത്രിയാവുമെന്നൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷേ ആയില്ല. അതിനുശേഷം CPM പോരാ, ഇടതുപക്ഷത്തിൻ്റെ പോക്കൊന്നും പോരാ എന്ന് കരുതി പെട്ടെന്ന് തന്നെ BJPയിലേക്ക് ചാടി. അങ്ങനെ IAS ആയിരുന്നപ്പോൾ ഗർജിക്കുന്ന സിംഹം അങ്ങ് ഡൽഹിയിൽ പോയി. ഇപ്പം ഗർജനമില്ല, സട കുടഞ്ഞ് എങ്ങനെയാണ് പുറത്തു പോകുന്നതെന്ന് അറിയാൻ വയ്യാതെ കിടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അന്ന് ഭാര്യ പോലും പറഞ്ഞു, നിങ്ങൾക്കെല്ലാം അറിയാവല്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രോളുകളൊക്കെ വന്നതാണ് അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ PC ജോർജ് കുറേ നാളായിട്ട് ഇങ്ങനെ വെമ്പി നിൽക്കുകയായിരുന്നു ചാടാൻ. ഇപ്പോൾ PC ജോർജും ചാടി. PC ജോർജ് പിന്നെ പല കാര്യങ്ങളിലും പല പ്രാവശ്യം പറയുന്ന ആ കാര്യങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം പറയുന്നതല്ല പിന്നെ പറയുന്നത്, മാറ്റി പറയാനൊന്നും യാതൊരു മടിയുമില്ല. അതൊക്കെ എല്ലാവർക്കും പറയാണ്, കേരളത്തിൽ ഞങ്ങൾ ഒരുപാട് കണ്ടതാണ്. കഴിഞ്ഞിടയ്ക്ക് ഈ PC ജോർജും റഹീമും കൂടി ഒരു ഡിബേറ്റിലുണ്ടായിരുന്നു. ആ ഡിബേറ്റിലപ്പോൾ റഹീം പറയുന്നത് കേട്ടു, പാർലമെന്റിൽ ഒന്ന് നോക്കിയാൽ മുസ്ലിങ്ങളുടെ എണ്ണം വളരെ കുറവാണ്, ഹിന്ദുക്കൾ മാത്രമാണ് കൂടുതൽ എന്നൊക്കെ പറഞ്ഞ് റഹീം ഒന്ന് കത്തിക്കേറിയപ്പോൾ, വർഗീയത പറയരുത്, വർഗീയത കൊണ്ട് റഹീമിനെ എനിക്ക് ഇഷ്ടമായിരുന്നു, പക്ഷെ എന്നാൽ റഹീമിനെ പോലൊരാളുടെ തലയിൽ ബുദ്ധി അല്പം പോലും ഇല്ലല്ലോ എന്ന് ഇപ്പോൾ മനസ്സിലായി, വർഗീയത കൊണ്ട് നടക്കരുത് റഹീമേ, അതെ ഈ പറയുന്നത് പോലെ. ഞാൻ ഈ റഹീമിനെ പറ്റി പറയുന്നത് വെച്ചാൽ, ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, പക്ഷേ റഹീമിനെ പോലെ ഒരു ചെറുപ്പക്കാരൻ മതപരമായി ചിന്തിക്കുന്നു എന്ന് പറയുന്നത് എത്രയോ സങ്കടകരമാണ്. അവിടെ പാർലമെന്റിലെയും അസംബ്ലിയിലൊക്കെ MP-മാരുടെ MLA-മാരുടെ എണ്ണം മുസ്ലിം എത്ര എന്നൊക്കെ കണക്ക് കൂട്ടി പോകരുത്. റഹീമിനെ പോലൊരു DYFIയുടെ ചെറുപ്പക്കാരനായ നേതാവാണ് അദ്ദേഹം. പോലും MP-മാർ എത്ര മുസ്ലിം എന്ന് അദ്ദേഹം ചിന്തിക്കുക. എന്നാൽ ഈ നിലയിലേക്ക് വർഗീയതയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം കടന്നു പോകുന്നത് അപമാനകരമാണ്. നിങ്ങൾ CPM നിർത്തേണ്ട മുസ്ലിമിനെ അല്ല, ക്രിസ്ത്യാനിയല്ല, ഹിന്ദുവിനെ, മനുഷ്യനെ സ്ഥാനാർത്ഥിയാക്കണം. അപ്പൊ പ്രശ്നം. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ ഈ PC ജോർജ് ഈ BJP ചാടിയപ്പോൾ വേറെ ഡിബേറ്റിൽ ഇവിടെ അഭിലാഷൻ്റെ കൂടി ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. അതായത് ആദ്യം അതൊന്ന് കേൾക്കാം, ഇതൊന്ന് കേട്ടു നോക്കാം. വിജയൻ്റെ ADC ആകണ്ട, പിണറായി വിജയൻ്റെ വക്കാലത്ത് ഏക്കണ്ട, അയാളെപ്പോഴും വൃത്തികെട്ടോ പറഞ്ഞുണ്ടാക്കില്ലേ മണിപ്പൂരിലാണ് ക്രിസ്ത്യാനിയെ കൊന്നോ? അതിന് ചരിത്രം എന്നാന്ന് പറയുക. ഞാനങ്ങനെ ചുമ്മാ ഇറങ്ങി നടക്കുന്നത്, ഞാൻ നല്ല ഒന്നാം തരം ക്രിസ്ത്യാനി. പാമ്പ്ളാപ്പിനോട് സംസാരിച്ചിട്ട് ഞാൻ BJP ചേരാൻ ഇവിടെ വന്നത്, അറിയാമോ? അതുകൊണ്ടൊക്കെ പറഞ്ഞേക്കാം. ഞാൻ ഇപ്പം നമ്മുടെ ബിഷപ്പന്മാർ സംസാരിക്കേണ്ട എല്ലാ മാന്യ അഭിനന്ദ പിതാക്കന്മാരും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രബല ക്രൈസ്തവ സഭ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിയിൽ റോമൻ കാത്തലിക്. ഞാൻ റോമൻ കാത്തലിക്കാണ്, മനസ്സിലായോ? ഞാൻ പാലാ പിതാവിനോട് പോലും അനുവാദം ചോദിച്ചു, അല്ല ചുമ്മാ അല്ലേ എനിക്കോട് വന്നത്. എല്ലാവരും പിതാക്കന്മാർ ഇന്നിപ്പോൾ ബാംഗ്ലൂർ സിനഡ് നടക്കുക, ബന്ധപ്പെട്ടതിന് ശേഷിയാണ് വന്നേ. ഇവിടെ പിണറായി വിജയൻ ഒരൊറ്റ നോട്ടീസാണ്, എല്ലാം കൂടെ ചാടി ഇറങ്ങി. ഏത് മണിപ്പൂരിൽ ക്രിസ്ത്യാനി ഒലത്തിന്ന് ആണ്ടുകളായി നിൽക്കുന്ന വംശീയ കലാപമല്ലേ അത്? മോദിജിയെ പറഞ്ഞിട്ട് എന്താ കാര്യം? പ്രധാനമന്ത്രി മോദിയായി പോയതുകൊണ്ട് കുഴപ്പമായിപ്പോയോ? പിണറായി വിജയൻ വട്ടിളകുന്നുണ്ട്. അവിടെ മെയ്തേയി വിഭാഗവും കുക്കി വിഭാഗവും എന്ന് പറഞ്ഞ പട്ടണത്തിൽ താമസിക്കുന്നവരാണ്. അത് കാണേണ്ടവരൊക്കെ കണ്ട് ചോദിക്കേണ്ടവരോടൊക്കെ ചോദിച്ച് അനുവാദം മേടിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അല്ല ഞാൻ എൻ്റെ ദൗര്യം വലിയതല്ല. എന്നാൽ ഇച്ചോടെ കടത്തി കേട്ടോ. NSSൻ്റെ അഭിനന്ദനായ ജനറൽ സെക്രട്ടറി സുകുമാരൻ നേരെ അറിയുമോ? മണിച്ചേട്ടനെ മധുരമ അടിഞ്ഞിരിക്കണം കേട്ടോ. മണിച്ചേട്ടൻ്റെ ഓഫീസിൽ ഞാൻ ചെന്ന ഓഫീസിൽ പോയി മണിച്ചേട്ടൻ്റെ അനുഗ്രഹം മേടിച്ചോണ്ടാണ് വന്നത്. ഞാൻ അറിയാമോ? NSS ജനറൽ സെക്രട്ടറി മണിച്ചേട്ടൻ്റെ അനുഗ്രഹം എൻ്റെ തല കൈവച്ച് അനുഗ്രഹിച്ചാണ് വിട്ടത്, മനസ്സിലായോ? നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും അല്ല ഞാൻ കാണിച്ചു തരാൻ പണി, ഞാൻ നന്നായി കാണിച്ചു തരാം. നീ കേട്ടല്ലോ ഇത് പറയുന്നത് എന്താ? ഞാൻ BJP പോകുന്നതിന് മുമ്പ് അനുവാദം ചോദിക്കേണ്ട എല്ലാവരുടെയും അനുവാദം ചോദിച്ചു. പാമ്പ്ളാനി പിതാവിനോട് അനുവാദം ചോദിച്ചു. പാമ്പ്ളാനി പിതാവ് ഇത്തിരി ഉടക്കുന്ന ആളാണല്ലോ. പാമ്പ്ളാനിയുടെ കൂടെ ഞാൻ അനുവാദം ചോദിച്ചു. പാലാ ബിഷപ്പിനോട് ഞാൻ അനുവാദം ചോദിച്ചു. അതുമാത്രമല്ല, അങ്ങ് സുകുമാരൻ നായരുടെ ഓഫീസിൽ പോയി അവിടെയും ഞാൻ അനുവാദം മേടിച്ചു. ഞാൻ കാണിച്ചു തരാം, കുറച്ച് അനുവാദങ്ങൾ ഇനിയും വരാനുണ്ട് എന്നാണ് പറഞ്ഞത്. ഫ്രാങ്കോ പിതാവിന് അനുവാദം മേടിച്ചോ എന്തോ, ചിലപ്പോൾ മേടിച്ചു കാണും കേട്ടോ. കാരണം ഫ്രാങ്കോ അന്ന് പറഞ്ഞത്
എൻ്റെ അപ്പനെ പോലെയാണ് പി സി ജോർജ് എന്നാണ്. ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഫ്രാങ്കോ കാണാൻ പോയത് നേരെ പി സി ജോർജിനെയാണ്. വീട്ടിൽ വിളിച്ചിരുത്തി പത്രക്കാരെയൊക്കെ കണ്ടപ്പോൾ ഫ്രാങ്കോ എന്ന് പറഞ്ഞതാണ്, എനിക്ക് അപ്പനെ പോലെയാണ് പി സി ജോർജ് എന്നാണ്. അപ്പോൾ അപ്പ ആ മകൻ്റെ അനുഗ്രഹവും കൂടി മേടിച്ചോണം. കാരണം ബലാത്സംഗത്തിന് ജയിലിൽ കിടന്ന ആളാണ്. കോടതി വെറുതെ വിട്ടെങ്കിലും കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ മനസ്സിൽ നിന്നൊന്നും ആയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുമാത്രമല്ല, ഈ മണിപ്പൂരൊക്കെ അങ്ങ് പി സി ജോർജ് മറന്നുപോയോ എന്നൊരു സംശയം. ഇന്നലെ പി സി ജോർജ് പറയുന്നത് കേട്ടു, മണിപ്പൂരിൽ മെയ്തികളും കുക്കികളും തമ്മിലുള്ള ആ സംഘർഷം മാത്രമാണ്, അല്ലാതെ ക്രിസ്ത്യാനികളെ ആരും കൊന്നിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു. അവിടെ ഒരു കുടുംബത്തെ ചുട്ടരിച്ചൊരു കഥയുണ്ട്, അറിയാമായിരിക്കുമോ എന്തോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഗ്രഹാം സ്റ്റെയിൻസ് എന്ന് പറയുന്ന മിഷണറിയെയും കുടുംബത്തെയും ഒക്കെ ചുട്ടരിച്ചത് ഇന്ത്യയിലെ ജനങ്ങളാരും മറന്നിട്ടില്ല, പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളൊന്നും മറന്നിട്ടില്ല. പി സി ജോർജ് ഈ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ഈ പാമ്പ്ളാനിയുടെയും അതുപോലെ പാലാ ബിഷപ്പിൻ്റെയും അതുപോലെ തന്നെ സുകുമാരനാരുടെയും ഒക്കെ അനുഗ്രഹമൊക്കെ മേടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഇതൊക്കെ നടന്നത് ഇന്ത്യയിലാണെന്നുള്ളതും ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പി സി ജോർജ് ഓർക്കുന്നത് നല്ലതാണ്. അതുപോലെ തൻ്റെ മകൻ ബലാത്സംഗ കേസിലെ പ്രതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞല്ലോ. മകൻ എന്ന് പറഞ്ഞ ഷോൺ ജോർജ് അല്ല കേട്ടോ, ഈ പറഞ്ഞ ഫ്രാങ്കോ ഇപ്പോൾ തൃശ്ശൂർ എവിടെയോ സ്വസ്ഥമായി കല്യാണം കഴിക്കാൻ പോകുന്നൊക്കെ പറയുന്നത് കേട്ടു. ആവോ എന്തോ, അതോ ഇനി നാട്ടുകാരെ പിടിച്ച് കെട്ടിക്കുമോ, ഒന്നും അറിയാൻ പാടില്ല. എന്താണെങ്കിലും ശരി, ആ പരുവത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പി സി ജോർജ് എന്തായാലും വീണ്ടും ബി ജെ പിയിലേക്കൊരു കടന്നുകയറ്റം നടത്തുന്നു. ഇപ്പോൾ പത്തനംതിട്ടയിൽ മത്സരിക്കാനും പോവുകയാണെന്ന് പറയുന്നു. എന്നാൽ എൻ്റെ പി സി ജോർജ് പത്തനംതിട്ട തന്നെ തിരഞ്ഞെടുത്തതിൻ്റെ കാരണം അറിയാൻ പാടില്ല. കഴിഞ്ഞ ഇലക്ഷന് അവിടെ നിന്നപ്പോൾ പല സ്ഥലങ്ങളിലും ആളുകൾ കൂവുന്നതും തെറിവിളിക്കുന്നതും ഒക്കെ നമ്മൾ ലൈവായി കണ്ടതാണ്. എവിടെ? നിങ്ങളുടെ സ്വന്തം നാടായ പൂഞ്ഞാറിൽ. അങ്ങനെ പൂഞ്ഞാറിൽ നിൽക്കുമ്പോൾ അവിടെ പല തെറിവിളികളും കേട്ട് ഇലക്ഷനിൽ 3-ാം സ്ഥാനത്തായി പോയതുമൊക്കെ നമ്മളധികം മറന്നിട്ടില്ല. പക്ഷേ എന്താണെങ്കിലും പത്തനംതിട്ടയുടെ ചില ഭാഗങ്ങളിലൊക്കെ ബി ജെ പിക്ക് കുറച്ച് വോട്ട് കിട്ടും എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. ഒന്നുമില്ലെങ്കിൽ ഈ ഓർത്തഡോക്സ് സഭയുടെയൊക്കെ സജി ചെറിയൻ അവിടെ പോയി ഒരു പ്രസംഗം കാച്ചിയല്ലോ ഇടയ്ക്ക്. പറഞ്ഞെന്താ, ഈ ബിഷപ്പുമാരെല്ലാം കൂടി പ്രധാനമന്ത്രിയുടെ അടുത്ത് പോയി മുന്തിരി വാറ്റിയത് അടിച്ചു കഴിഞ്ഞപ്പോൾ സ്വഭാവം മാറി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ആ ഉള്ള വോട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകുമെന്നുള്ള കാര്യം ഉറപ്പായി ക്രിസ്ത്യാനികളുടെ, പ്രത്യേകിച്ച് ഓർത്തഡോക്സുകാരുടെയും ഒക്കെ. വീണ ജോർജൊക്കെ എന്ത് പറഞ്ഞാലും ഈ ഓർത്തഡോക്സുകാരുടെ വോട്ടുകളൊക്കെ കുറേ ബി ജെ പിക്ക് പോകും എന്നൊക്കെ കരുതിയിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതും കൂടി ഇല്ലാതായി പി സി ജോർജ് അവിടെ ചെന്നപ്പോൾ എന്നുള്ളതേ പറയാനുള്ളൂ. പക്ഷേ ഒരു കാര്യം നടന്നു കേട്ടോ, പി സി ജോർജ് ബി ജെ പിയിൽ ചേർന്നതിൻ്റെ അന്ന് തന്നെ ഷോൺ ജോർജ് കൊടുത്ത പരാതിയിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നു. പിണറായി വിജയൻ്റെ തലയ്ക്ക് മേളിൽ ഒരു വാരിക്കുന്തം വന്ന് നിൽക്കുന്നു എന്നാണ് പറയാൻ കഴിയുന്നത്, എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെയാണെങ്കിലും ബി ജെ പി പി സി ജോർജ് വഴി തഴച്ചു വളരട്ടെ. ഇനിയും പി സി ജോർജ് മറ്റെന്തെങ്കിലും മുന്നണി ഉണ്ടോ എന്ന് തക്കം പാർത്തിരിക്കട്ടെ. ഏതെങ്കിലും ഒത്ത സമയത്ത് വന്നാൽ അദ്ദേഹത്തിന് ചാടാനും